അല്ലാഹു റബ്ബുൽ ആലമീനെ നന്നാകാനുള്ള പല അവസരവും തന്നിട്ടും ഇതൊക്കെ കണ്ടിട്ടും മാറാത്ത മനുഷ്യന്മാരെക്കുറിച്ച് നമ്മൾ എന്താ പറയുക? എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ 1-2 ദിവസം മുമ്പ് കൂറ്റനാട് നേർച്ച എന്ന് പറഞ്ഞിട്ടൊരു പൂരം നടന്നു. അവിടെ ആനയ്ക്ക് മതമിളകി ഒരു മനുഷ്യനെ അത് ചവിട്ടിക്കൊന്നു. അതിനു മുമ്പ് പുതിയങ്ങാടി നേർച്ച, ഏതാണ്ട് ഒരാഴ്ചയുടെയൊക്കെ വ്യത്യാസം ഉണ്ടായിട്ടുള്ളൂ എന്ന് തോന്നുന്നു അല്ലേ? പുതിയങ്ങാടി നേർച്ച എന്ന് പറഞ്ഞിട്ട് അവിടെയും നേർച്ചയുടെ പേരിലൊരു പൂരം നടന്നു. അവിടെയും മതമിളകി ഒരു മനുഷ്യനെ ആന ചവിട്ടുകയും ചെയ്തു. ഇതൊക്കെ കണ്ടിട്ടുവേ മനുഷ്യന്മാർ പഠിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ എന്താണ് ഇവരുടെ മനസ്സിലെന്ന് വ്യക്തമാകണില്ല. ഇനിയിപ്പോൾ അതേ വരാൻ പോവാണ് പട്ടാമ്പി നേർച്ച. നേർച്ച എന്നൊക്കെ കേൾക്കുമ്പോൾ ഏതാണ്ട് ദീനിനോട് അടുത്ത് നിൽക്കുന്ന കാര്യമാണ് അവിടെ നടത്താൻ പോണേന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ അള്ളാഹുവിൻ്റെ ദീനുമായിട്ട് പുലബന്ധം പോലുമില്ലാത്ത കാര്യങ്ങൾ അവിടെ നടത്തി കൂട്ടിയിട്ട് അത് ഔലിയാക്കരുടെ മേൽ കെട്ടിവെക്കുന്ന കുറേ മനുഷ്യന്മാർ. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ശരിക്കും എത്ര വലിയ അക്രമമാണ് ഇവർ ചെയ്തു കൂട്ടുന്നത്. അള്ളാഹിനോട് കണക്ക് പറയണ്ടേ മനുഷ്യരെ? ഇതിനൊരുപാട് ന്യായങ്ങളാണ് പലരും പറയുന്നത്. ചിലർ പറയാൻ ഇത് ഈ നേർച്ച എന്നൊക്കെ പറയണത് മതേതരത്വ കൂട്ടായ്മയാണ്, മതേതര കൂട്ടായ്മയാണ്. മതേതര കൂട്ടായ്മ നടത്തുകയാണെങ്കിൽ നിങ്ങളെല്ലാവരെയും വിളിച്ചിട്ട് വല്ല രാഷ്ട്രഗീതം പാടുകയോ അല്ലെങ്കിൽ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുകയൊക്കെ ചെയ്തോ. പക്ഷേ ഇസ്ലാമിൻ്റെ അകത്ത് നിന്നിട്ട് പരിശുദ്ധ ഇസ്ലാമിലെ ഒരു ഇബാദത്ത് അല്ലെങ്കിൽ ഒരു നന്മയുടെ പേര് പറഞ്ഞിട്ട് അതിൽ എല്ലാ തോന്നിയവാസങ്ങളും കൂടെ മിക്സ് ചെയ്ത് ഒരു മതേതര കൂട്ടായ്മ എന്ന് പേരിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരു മതേതരത്വമില്ല. അങ്ങനെ ഒരു മതേതരത്വമില്ല. ആദർശം വിട്ടിട്ടുള്ളൊരു മതേതരത്വമില്ല. മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോരുത്തർക്കും അവരവരുടെ മതങ്ങളുണ്ട്. മുസൽമാന് ഇസ്ലാമുണ്ട്, ഹൈന്ദവന് അവൻ്റെ മതമുണ്ട്, ക്രൈസ്തവൻ അവരുടെ മതമുണ്ട്. ഈ മതങ്ങളിൽ നിലനിന്നുകൊണ്ട് തന്നെ പരസ്പരം സപ്പോർട്ട് ചെയ്ത് ഒത്തൊരുമിച്ച് മനുഷ്യനായി നിൽക്കലാണ് മതേതരത്വം എന്ന് പറഞ്ഞാൽ. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ഞാൻ രാവിലെ ക്ഷേത്രത്തിൽ പോയി പൂജ നടത്തട്ടെ, അല്ലെങ്കിൽ പൂജാരി ജുമാക്ക് വന്നിട്ട് ഖുതുബ ഓതട്ടെ, ഇതൊന്നുമല്ല മതേതരത്വം. അങ്ങനെ മതേതരത്വത്തിന് ഒരു ഡെഫിനിഷൻ ഒരാളും കൊടുത്തിട്ടില്ല. പിന്നെ ചില ബിരുദന്മാരുണ്ട്, അവർ പറയാൻ അത് ഔലിയാക്കളോടുള്ള സ്നേഹപ്രകടനമാണ്. ഏത്? ഈ പേക്കൂത്ത. നിങ്ങൾ കൊണ്ടുവന്ന് ഈ ഡാൻസ് കളിക്കലും പേക്കൂത്ത് നടത്തലും ഒക്കെ അള്ളാൻ്റെ ഔലിയാക്കളുടെ മേൽ കെട്ടിവെച്ചിട്ട് അള്ളാൻ്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരുന്നൊരു ദിവസത്തെക്കുറിച്ച് മനുഷ്യന്മാരെ നിങ്ങൾ ചിന്തിക്കാത്തത് എന്താണോ? അള്ളാൻ്റെ ഔലിയാക്കൾക്ക് ഇഷ്ടാവുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അവർ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഹയാത്തിൽ ഈ പ്രത്യക്ഷത്തിൽ ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അനങ്ങും അവിടെ പോയിട്ട്? അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഈ ഔലിയാക്കളോടൊരു മഹബത്തില്ല. നിങ്ങളുടെ മനസ്സിലും പുത്തൻ വാദം കടന്നുകൂടിയോ? അള്ളാൻ്റെ ഔലിയാക്കളെ തള്ളിക്കളയുന്ന അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശത്രുക്കളായി നിങ്ങളും മാറിയത് കൊണ്ടാണോ ഈ പേക്കൂത്തുകളൊക്കെ കാണിക്കുന്നത്? പേര് മഹബത്താണത്രേ. അതെന്ത് മഹബത്താണിത്? ഒരാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭാര്യ അടിക്കുക, നല്ല അടിയും. ഞാൻ ഭയങ്കര സ്നേഹമുള്ളതുകൊണ്ടാണ് അവളെ തല്ലണത്, 2 എണ്ണം കൊടുക്കണ്ടേ ഇവന്? അങ്ങനെ ഒരു സ്നേഹമുണ്ടോ? അങ്ങനെ ഒരു സ്നേഹം ഒന്നാലോചിച്ച് നോക്കിയേ. അല്ലാഹു റബ്ബുൽ ആലമീൻ കൃത്യമായിട്ട് പറഞ്ഞെന്നില്ലേ? ഖുദ്സിയായ ഹദീസിൽ നമ്മൾ പലപ്പോഴും ഉണർത്തിയിട്ടുണ്ട്. മൻ ആദാലി വലിയൻ, എൻ്റെ വലിയനെ ആരെങ്കിലും നിസ്സാരമാക്കിയാൽ, എൻ്റെ വലിയനെ ആരെങ്കിലും പ്രയാസപ്പെടുത്തിയാൽ, എൻ്റെ വലിയനെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ, ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, അവനോട് ഞാൻ തന്നെ യുദ്ധം ചെയ്യുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. പടച്ചോൻ യുദ്ധം ചെയ്യുമെന്നാണ് പറഞ്ഞത്. എന്നിട്ടെങ്കിലും ഒന്ന് പഠിക്കും മനുഷ്യന്മാർ. അള്ളാഹ് യുദ്ധം ചെയ്യും. അള്ളാൻ്റെ ഔലിയാക്കളെ നിസാരമാക്കുന്ന ഇത്തരം പേക്കൂത്തുകൾ കാണിക്കുന്നവരെ അള്ളാഹ് യുദ്ധം ചെയ്യും നിങ്ങളോട്. എങ്ങനെ അള്ളാഹ് യുദ്ധം ചെയ്യണത്? ഈമാനില്ലാതെ ചത്തുപോകേണ്ടി വരും. അള്ളാൻ്റെ ഔലിയാക്കളെ കുറ്റം പറഞ്ഞ എത്ര പുത്തൻവാദികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ പറ്റാതെ നാവ് പിടച്ചു പോയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ അഹ്ലുസുന്നയുടെ പേര് പറഞ്ഞ് നടന്നിട്ട് അള്ളാൻ്റെ ഔലിയാക്കളെ കളിയാക്കുന്ന ഇത്തരം പരിപാടികളും കൊണ്ട് നടക്കുകയാണെങ്കിൽ മരിക്കാൻ നേരത്ത് ഈമാനോടുകൂടെ മരിക്കാൻ പറ്റൂല. ഇത് അള്ളാഹു യുദ്ധം ചെയ്യുന്ന പരിപാടിയാണ്. അള്ളാഹ് യുദ്ധം ചെയ്യുന്ന പരിപാടിയാണ്. അപ്പം എത്ര ഗൗരവമുണ്ട് ഇതിന്? ഒന്ന് ആലോചിച്ച് നോക്കണ്ടേ മനുഷ്യന്മാരെ? നിങ്ങൾ ചിന്തിക്കണ്ടേ? ഇതൊക്കെ അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കൊരുപാട് ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ കാണിച്ചു തരികയല്ലേ? ചില പുത്തൻവാദികൾ ഇറങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ? സമസ്തക്കാരുടെ പൂരം. പിന്നെ സമസ്തക്കാർ പൂരം നടത്താൻ പോവാണ്. എൻ്റെ പൊന്നിയങ്ങാതി, ഇങ്ങനെയൊക്കെ പറയാനാണെങ്കിൽ നിങ്ങളുടെ ആ സെൽഫി ഫെസ്റ്റ് ഉണ്ടല്ലോ, ആ ഫെസ്റ്റിന് നിങ്ങൾ ഈ രാമൻ്റെയും കൃഷ്ണൻ്റെയും വേഷം ധരിച്ച് നടക്കണതും തിരുവാതിര കളിക്കുന്നതൊക്കെ കൊണ്ടുവന്ന് കാണിക്കാൻ ആർക്കപ്പോൾ പറ്റാത്തത്? സമസ്ത നടത്തുന്ന പരിപാടിയാണ്. നട്ടലുള്ള നിങ്ങൾ എന്ത് ദീനി പ്രവർത്തന? അടിയിൽ വന്ന് തെറിവിളികൾ, തൗഹീദിലേക്ക് വാടാ ഡാഷുകളെ. ഇതെന്ത് ദീനാണോ? നിങ്ങൾക്ക് ഏത് ദീനാ പഠിച്ചിട്ടുള്ളത്? അള്ളാൻ്റെ മതം ഇതാണോ? പൂരത്തെറിവിളി നടത്തിയിട്ട് തൗഹീദ് പറഞ്ഞു കൊടുക്കുക, ഇതാണ് അള്ളാൻ്റെ ദീൻ. നിങ്ങൾ എന്ത് തൗഹീദ്? നിങ്ങൾ അള്ളാനെ പരിചയപ്പെട്ടിട്ടുണ്ടോ?
നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്നറിയോ? വെറുതെ കൂകുക, ബഹളം ഉണ്ടാക്കുക എന്നതിലപ്പുറം നിങ്ങൾ അള്ളാഹിനെ അറിഞ്ഞിട്ടില്ല മക്കളെ. അള്ളാഹുവിൻ്റെ ഔലിയാക്കളിലൂടെയല്ലാതെ, അവൻ്റെ അംബിയായിലൂടെയല്ലാതെ അള്ളാഹിനെ തിരിച്ചറിയാൻ പറ്റൂല. എന്നാലോചിച്ച് നോക്കും. ബുദ്ധി കൊടുക്കണ്ടേ? സമസ്തക്കാരുടെ പരിപാടി അത്രേ. സമസ്ത, EK വിഭാഗം, AP വിഭാഗം, കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ, ഈ 4 സംഘടനകളും, സുന്നത്തി ജമാഅത്തിൻ്റെ 4 സംഘടനകളും ഇത്തരം പേക്കൂത്തുകൾ അംഗീകരിക്കുന്നില്ല. ശക്തമായി ഇതിനെതിരെ എവിടെയെല്ലാം പറയാൻ പറ്റും അവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ആരാ ഇത് നടത്തുന്നത്? ഇപ്പോൾ എറണാകുളം ജില്ലക്കടുത്ത്, എൻ്റെ നാടിൻ്റെ അടുത്തൊരു ചന്ദനക്കുടമുണ്ട്, വല്ലാത്തൊരു കുടമാണത്. അങ്ങനെ ഒരു കുടത്തെക്കുറിച്ച് ഞാൻ ഇസ്ലാമിലൂടെയും കണ്ടിട്ടില്ല. ആ കുടം നടത്തുന്ന പള്ളി കമ്മിറ്റിയിൽ സുന്നത്തി ജമാഅത്തിൻ്റെ പേരിൽ ഒരാളുണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ ഈ പുത്തൻവാദികളാണ്. എന്തേ നിർത്താത്തത്? ചിക്കിളി പോവും, ചിക്കിളി, ക്യാഷ് മാത്രമാണ് ലക്ഷ്യം. ഇതൊക്കെ വലിയ വീരവാദം പറയുന്നുണ്ടല്ലോ. സമസ്തക്കാരുടെ പരിപാടിയാണ്. സമസ്തയുടെ ഒറ്റ ഉലമായിനും കൂടെ പ്രവേശനമുണ്ടോ? അവർ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കൂ? പിന്നെ ഇമാമുമാരോട് എപ്പോഴും പറയാറുള്ളൊരു കാര്യം, പറഞ്ഞാൽ ജോലി കിട്ടൂലടോ. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, ഭക്ഷണം തരുന്നത് അള്ളാഹു അല്ലേ? നമ്മൾ ദീൻ പറയാൻ വേണ്ടിയിട്ടല്ലേ പടച്ച റബ്ബി തൗഫീഖ് നിന്ന് നമ്മളെ മൂല്യക്കന്മാരാക്കിയിട്ട് ഇങ്ങോട്ട് വിട്ടേക്കണത്. ദീൻ പറയണം. അത്തരം പേക്കൂത്തുകൾ നടക്കുന്ന പള്ളി ഉണ്ടെങ്കിൽ ശക്തമായി അതിനെതിരെ സംസാരിക്കണം. നമ്മളാണ് ദീൻ പറഞ്ഞു കൊടുക്കേണ്ടത്, പുത്തൻവാദികളല്ല. അവരിലൂടെ ദീൻ പഠിച്ചാൽ അത് ദീനല്ല, അത് അവരുടെ മതമാണ്, അള്ളാഹുവിൻ്റെ മതമാവുകയില്ല. അത് അഹ്ലുസുന്ന വൽ ജമാഅയാണ്. മനസ്സിലാവുന്നുണ്ടോ? പറയുന്ന കേട്ടാത്തൊന്നും മഹാനായ സയ്യിദ് ജിഫ്രി തങ്ങളും പുറത്ത് കാന്തപുരം ഉസ്താദും നജീബ് ഉസ്താദും തഴവ ഉസ്താദൊക്കെ പോലുള്ള ആളുകൾ, തൊടിയൂർ ഉസ്താദിനെ പോലുള്ള ആളുകളൊക്കെ വന്നിരുന്ന് ഡാൻസ് കളിച്ച് കൊട്ടിപ്പാടിയിട്ട് പോവുകയാണെന്നാണ്. മാന്യമായ നേർച്ചയ്ക്ക് ഇസ്ലാമിൽ സ്ഥാനമുണ്ട്. ഉറൂസ് നടത്താം. എങ്ങനെ നടത്തണം? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊല്ലം തികയുമ്പോൾ ഉഹദ് ശുഹദാക്കളുടെ ഖബർ സിയാറത്ത് നടത്തിയിരുന്നു. ഖബർ സിയാറത്ത് നടത്താം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ആണ്ടിൻ്റെ സമയത്ത് മദ്ഹ് പറഞ്ഞിരുന്നു, നമുക്ക് മൗലിദ് ഓതാം. ഖദീജ ബീവിയുടെ പേരിൽ ഭക്ഷണം അറുത്ത് ദാനം ചെയ്തിരുന്നു, നമുക്കും അറുത്തു കൊടുക്കാം. ഒരു കുഴപ്പതിനില്ലല്ലോ. അങ്ങനെ ചെയ്യാമല്ലോ, ഒരു കുഴപ്പതിനില്ലല്ലോ. അങ്ങനെ ചെയ്യൂ. ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, അവരുടെ പേരിൽ മൗലിദ് നടത്ത്, ഖുർആൻ പാരായണം നടത്ത്, അങ്ങനെ നല്ലത് ചെയ്തിട്ട് ആ മഹത്തുക്കളെ സന്തോഷിപ്പിക്ക്. ഈ മഹാന്മാരുടെ അടുക്കലൊക്കെ നാളെ മഹ്ശറിൽ പോയി നിൽക്കുമ്പോൾ ഇവർ നമുക്കെതിരെ തിരിയുന്നൊരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയേ. ഇവർ വെറുത്തിരുന്ന കാര്യങ്ങൾ ഇവരുടെ പേരിൽ കാണിച്ചു കൂട്ടി പേക്കൂത്ത് നടത്തിയിട്ട് ഈ മഹാന്മാരുടെ പൊരുത്തം നമുക്ക് കിട്ടുമോ? ഈ നാട്ടിലൊക്കെ മനുഷ്യന്മാരില്ലേ? ഞാൻ ചിന്തിക്കുകയാണ്. ലൂത്ത് നബി ചോദിച്ചില്ല, അലൈസ മിൻകും റജുലുൻ റഷീദ്, നിങ്ങളിൽ നട്ടലുള്ള ഒരുത്തനുമില്ലേ ഇതിനൊക്കെ എതിർക്കാൻ? അഹ്ലുസുന്നയുടെ സംഘടനകൾ ശക്തമായി ഉണരണം, ഇതിനെതിരെ പറഞ്ഞു കൊടുക്കണം, ജനങ്ങളെ ബോധവൽക്കരിക്കണം. ആ പള്ളിയിലെ ഉറൂസാണ് എന്നും പറഞ്ഞ് നമ്മളിങ്ങനെ അങ്ങോട്ട് പോവുക, ആ മഹാൻ്റെ ശാപത്തിന് കാരണമാകും. ഇപ്പോൾ പുതിയങ്ങാടി നേർച്ചയോ, അങ്ങനെ ഇപ്പോൾ ദേ കൂറ്റനാട് നേർച്ച, ഇവിടെയൊക്കെ സംഭവം ആന അടഞ്ഞു, വർഷങ്ങളായി. ഇനി പട്ടാമ്പി നേർച്ച വരാൻ പോണത്. മക്കളെ, ഇനി ആന അടഞ്ഞില്ലെങ്കിലും അള്ളാഹുവിൻ്റെ ഔലിയാക്കരുടെ കോപത്തിന് കാരണമാകും. അള്ളാഹിൻ്റെ ഔലിയാക്കരുടെ കോപം അത് അള്ളാഹുവിൻ്റെ കോപത്തിന് നിമിത്തമാകും. ഈമാനില്ലാതെ മരിക്കാൻ കാരണമാകും. മഹാന്മാരെ നമ്മളെന്തിനാ മോളെ പോയി സിയാറത്ത് ചെയ്യുക, ഇസ്തിഗാസ ചെയ്യുക, തവസ്സുൽ ചെയ്യുക, അവരുടെ മദഹ് ചെയ്യാം, ഭക്ഷണം ദാനം ചെയ്യുക, ഭക്ഷണം വാങ്ങുക, അതൊന്നും കുഴപ്പമില്ല. ഇത്തരം ഹറാമുകൾ കടന്നു വരാതെ നോക്കണം. അങ്ങനെ വരുന്നിടണ്ടെങ്കിൽ മാറി നിൽക്കണം. നമ്മൾ പോയി നമ്മുടെ കാര്യം കഴിഞ്ഞ് സിയാറത്തും ചെയ്ത് പോരുക. ആ മഹത്തുക്കളുടെ പേരിൽ എന്തെല്ലാം പേക്കൂത്തുകൾ കാണിക്കുന്നുണ്ടോ അതിനൊന്നും അഹ്ലുസുന്നയുടെ സംഘടനകൾ ഉത്തരവാദികളല്ല. കാണിക്കുന്നവരെ നിങ്ങൾ അള്ളാഹിൻ്റെ മുമ്പിൽ കണക്ക് പറയാതെ പറ്റൂല കേട്ടോ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഉമ്മത്തിന് ബോധം നൽകുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.